മെഗാ കേബിൾ ഫെസ്റ്റിലെത്തിയ ഓപ്പറേറ്റർമാർക്ക് സാങ്കേതിക വിദ്യയുടെ അറിവുകൾ നൽകുകയാണ് റേഡിയന്റ് ആസിമണി സ്റ്റാൾ. സ്റ്റാളിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം വിജിത തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേബിൾ മെഗാ ഫെസ്റ്റിൽ റേഡിയന്റ് ആസിമണിയുടെ ഒരു സ്റ്റാൾ കൂടിയുണ്ട്. ഓപ്പറേറ്റർമാർക്ക് ഒരുപാടധികം സേവനങ്ങളൊക്കെ നൽകുന്ന ഒരു സ്റ്റോൾ കൂടിയാണ് റേഡിയന്റ് ആസിമണിയുടെ. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവരുടെ തന്നെ ചോദിക്കാം. സാറിൻ്റെ പേര് പറയൂ. എൻ്റെ പേര് ശ്രീനാഥ് തുളസീധരൻ. റേഡിയന്റ് ആസിമണിയുടെ ഞാൻ റേഡിയന്റ് ആസിമണിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആണ് മാർക്കറ്റിംഗ്. ഇവിടെ ഈ ഒരു സ്റ്റോളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓപ്പറേറ്റർമാർക്കായിട്ട് നൽകുന്നത്, അല്ലെങ്കിൽ സ്റ്റോൾ എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, ആക്ച്വലി ഞങ്ങളിവിടെ POS മെഷീൻ, ഇതാണ് പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയും. ഇത് ഓൾ ഇൻ വൺ ഡിവൈസ് ആണ്. ഈ ഒരു സെയിം ഡിവൈസ് കൊണ്ട് നമുക്ക് പൈസ ഒരു ഓപ്പറേറ്റർമാർക്ക് അവരുടെ എൻഡ് യൂസറിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യാൻ പറ്റും. POS എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉപയോഗിച്ചിട്ട് അവർക്ക് ഷോപ്പിൽ ഈ എൻഡ് യൂസറിൻ്റെ അടുത്ത് ചെല്ലുന്നു, അവിടെ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു QR കൂടെ കൊടുക്കുന്നുണ്ട്. ആ QR ഉപയോഗിച്ചിട്ട് അവർക്ക് ക്യാഷ് റിസീവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ നമ്മളൊരു BC സർവീസ് കൂടെ നമ്മുടെ ഏജൻറ്റുമാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BC സർവീസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് കറസ്പോണ്ടൻ്റ് എന്നാണ് പറയുന്നത്. അതിനകത്തിൽ നമ്മൾ MATM സർവീസുകളായ ക്യാഷ് വിഡ്രോവൽ, ക്യാഷ് ഡെപ്പോസിറ്റ്, മണി ട്രാൻസ്ഫർ, അതുപോലെ തന്നെ നമ്മുടെ വാല്യൂ ആഡഡ് വാസ് എന്ന് പറയും, വാല്യൂ ആഡഡ് സർവീസ്, വാല്യൂ ആഡഡ് സർവീസുകളായിട്ടുള്ള ഇൻഷുറൻസ്, കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ BBPS എന്ന് പറയും, ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിന് അണ്ടറിൽ വരുന്നുണ്ട്. എല്ലാ ബില്ലുകളും നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ അടയ്ക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഈ ഇൻഷുറൻസ് തന്നെ പലതരം ഇൻഷുറൻസ് ഉണ്ടല്ലോ, വെഹിക്കിൾ ഇൻഷുറൻസ് വരുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഈ ഇൻഷുറൻസ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ എൻഡ് യൂസറിന്, അതായത് ഒരു ഓപ്പറേറ്ററിന് അവരുടെ ക്യാഷ് കളക്ട് ചെയ്യുന്ന എക്സിക്യൂട്ടീവിനെ വെച്ചിട്ട് ഡോർ സ്റ്റെപ്പിൽ ഈ സർവീസുകൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ മൈക്രോ ATM ട്രാൻസാക്ഷനും അതിനനുസരിച്ചുള്ള ഒരു കമ്മീഷൻ കിട്ടും. അതുപോലെ തന്നെ ഈ വാല്യൂ ആഡഡ് സർവീസുകൾ ചെയ്യുന്നതിന് അതിന് കമ്മീഷൻ ഉണ്ടാവും. ഇപ്പോൾ ഫോൺ ബില്ല് റീചാർജ് ചെയ്യുന്നതിന്, കറണ്ട് ബില്ല് റീചാർജ് ചെയ്യുന്ന, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാണ് ഒരു ഓപ്പറേറ്ററിന് ഇപ്പോൾ കിട്ടുന്ന ഇൻകത്തിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ സർവീസ് വെച്ചിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ POS മെഷീനും QR ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാടധികം ഓപ്പറേറ്റർമാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ. വളരെയധികം ഓപ്പറേറ്റർ ഏകദേശം ഞങ്ങളുടെ ഇവിടെ സ്റ്റാൾ വിസിറ്റ് ചെയ്തിട്ട് തന്നെ ഏകദേശം നമ്മുടെ ഈ പ്രൊഡക്റ്റോട് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഏകദേശം ഒരു 600-ന് മേളിലോളം ആൾക്കാർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഇത് ഇങ്ങനെ ഒരു പുതിയ പ്രൊജക്റ്റ് ആണല്ലോ, അവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇത് ആലപ്പുഴയിൽ വെച്ചിട്ടൊരു എക്സ്പോ നമ്മുടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ആളുകൾ ഇത് മേടിച്ചുകൊണ്ട് പോയി. അതിൽ കുറേ ആൾക്കാർക്കെല്ലാം ട്രെയിനിങ് ചെയ്താൽ നമ്മൾ ഇത് കൊറിയറാണ് പോകുന്നത്. അത് കിട്ടിയിട്ടുള്ളവർക്കെല്ലാം നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ അത് ഉപയോഗിച്ച് തുടങ്ങി, കുറേ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഓരോ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡിസംബർ 30 വരെ നമ്മൾ ഈ സാധനങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണോ ചെയ്യുന്നത്? അതെ, ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് ടൈമാണല്ലോ, ഉള്ള സമയം കൊണ്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് ഡേറ്റാസ് വേണം ഓൺ ബോർഡിങ്ങിന് വേണ്ടിയിട്ട്. ആ ഡേറ്റ കളക്ട് ചെയ്യുന്ന ആൾക്കാർ വിളിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡിവൈസ് കിട്ടിയതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഈ ഒരു പ്രൊജക്റ്റ് റൺ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിലെ ഓപ്പറേറ്റേഴ്സിന് വേണ്ടിയിട്ട് റീജിയണൽ ലാംഗ്വേജ്, നമ്മുടെ മലയാളം സംസാരിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് ഓരോ പ്രൊഡക്റ്റുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും അത് എങ്ങനെയാണ് അതിനകത്ത് നിന്ന് കമ്മീഷൻ ജനറേറ്റ് ചെയ്യുന്നതും ഇൻകം, അഡീഷണൽ ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളെല്ലാം A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നോർത്ത് സ്റ്റേറ്റിലൊക്കെ ഉള്ള ആൾക്കാർ ഇത് ഷോപ്പുകളിൽ ബോർഡ് വെച്ചിട്ട് വലിയ രീതിയിൽ ആസിമണി BC ബിസിനസ് എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ശരിക്കും 25,000 തൊട്ട് 30,000, 40,000, 50,000, 60,000 രൂപ വരെ മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൽ തന്നെ ഡോർ സ്റ്റെപ്പ്, നമ്മളെ ആസിമണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് സർവീസ് പ്രൊവൈഡറാണ്. കൊറോണ സമയത്ത് നമുക്ക് നമ്മൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഫുഡ് ഓർഡർ ചെയ്യുന്ന പോലെ ക്യാഷ് ഓർഡർ ചെയ്യുമ്പോൾ അവരുടെ ഡോർ സ്റ്റെപ്പിൽ കൊണ്ട് ക്യാഷ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഇപ്പം റേഡിയൻറ്റ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന കമ്പനിയാണ് നമ്മുടെ പേരൻ കമ്പനി. നമ്മൾ അവരുടെ ഫിൻടെക് സബ്സിഡിയറിയാണ്. റേഡിയൻ എന്ന് പറയുന്നത് ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. ഏകദേശം 862 കോടി നെറ്റ്വർക്ക് ഉള്ളൊരു കമ്പനിയാണ്. 14,000-ന് മുകളിൽ സ്റ്റാഫുകൾ പാൻ ഇന്ത്യ ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി. അപ്പോൾ എന്തായാലും ഒരു ടെക്നിക്കൽ വേൾഡിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ ആ സാങ്കേതിക വിദ്യയെ മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഈ ഒരു മെഗാ കേബിൾ ഫെസ്റ്റിൽ എത്തുന്ന ഓപ്പറേറ്റർമാർക്കൊക്കെ ഒരുപാടധികം ഉപകാരപ്പെടുന്ന ഒരു സ്റ്റോൾ കൂടിയാണ് റേഡിയന്റ് ആസിമണിയുടെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ക്യാമറമാൻ ജിഷ്ണു കെയറിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.